ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഡാമേജ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോളിവുഡ് മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഈ ഒരു ത്രില്ലർ മൂവീസ് എല്ലാം കാണുമ്പോഴത്തേക്കും ഒന്നുകിൽ അതിൻ്റെ പാതിയിൽ വെച്ച് തന്നെ നമുക്ക് ആരാണ് കൊലയാളിയെന്ന് മനസ്സിലാവും. ഈ ഒരു മൂവിയിൽ നിങ്ങൾ ഈ ഒരു കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒന്ന് ഗസ് ചെയ്യുക. ഒന്ന് ശ്രമിച്ചു നോക്ക്, കിട്ടുമോ ഇല്ലയെന്ന് നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് മൂവി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കൂടുതലായിട്ടും ആ ഒരു വൺ ലൈൻ പറഞ്ഞിട്ട് വെറുതെ ആ ഒരു ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. മൂവി കണ്ട് തന്നെ നിങ്ങൾ അത് എൻജോയ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഒരു ചർച്ചിൽ നിന്നും രാത്രി സമയത്ത് ഒരുപാട് പേര് വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയവരാണ്. അതേസമയം അവരുടെ കൂട്ടത്തിൽ അബിഗയിൽ എന്ന പേരുള്ള ഒരു പെണ്ണുണ്ട്. അവളാണെങ്കിലും നടന്ന് നേരെ അവളുടെ വീട്ടിലേക്ക് പോകുന്നതും രാത്രി സമയം ആയതുകൊണ്ട് തന്നെ അവളുടെ പുറകെ റെയിൻകോട്ടെല്ലാം ധരിച്ച ഒരുത്തൻ അവളുടെ പുറകെ ഇങ്ങനെ നടന്നു വരുന്നു. പക്ഷെ ഈ ഒരു കാര്യം അബിഗയിൽ കാണുന്നില്ല. അങ്ങനെ വീടിനുള്ളിലേക്ക് കയറിയിട്ട് അവൾ ഫ്രഷ് ആവുന്ന ആ ഒരു സമയത്താണ് വീടിൻ്റെ വെളിയിലെ ഡോറിൽ ആരോ ഇങ്ങനെ തട്ടുന്നു. അപ്പോൾ അവൾ അടുത്തേക്ക് വന്നിട്ട് ഹേയ് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനൊരു ഡെലിവറി ബോയാണ്, നിങ്ങൾക്കൊരു സാധനം തരാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് ഇങ്ങനെ പറയുന്നതും പാതിരാത്രിയിൽ ഏത് ഡെലിവറി ബോയാണ് വരുന്നത്. പക്ഷെ അതുപോലും മനസ്സിലാക്കാതെ അവൾ പെട്ടെന്ന് ആ ഒരു ഡോർ തുറക്കുന്നതും വെളിയിലുള്ള ആ ഒരു കില്ലർ അകത്തേക്ക് കയറി കയ്യിലുള്ള ആ ഒരു കത്തിയെടുത്ത് അബിഗയിലിനെ ഒരുപാട് തവണ അവളുടെ ദേഹത്തേക്ക് കുത്തി അവളെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അവിടെ വെച്ച് മൂവിയുടെ ടൈറ്റിൽ കാണിച്ചതിന് ശേഷം അടുത്തത് കാണിക്കുന്നത് ചിക്കാഗോയിലാണ്. അവിടെ ഇപ്പോൾ മറ്റൊരു കൊലപാതകം നടക്കുന്നു. അവിടേക്ക് പോലീസ് എല്ലാം വരുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ഡാനും അവിടേക്ക് വരികയാണ്. അങ്ങനെ അവൻ അതിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും നേരത്തെ വന്ന പോലീസുകാരൻ ഇത് മോഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളതെന്ന് വിധി എഴുതി വെച്ചേക്കാണ്. അപ്പോഴേക്കും നമ്മുടെ ഡാൻ അവിടേക്ക് വന്നിട്ട് ബോഡിയെല്ലാം നല്ല രീതിയിൽ പരിശോധിച്ച് ആ ഒരു പോലീസുകാരനോട് പറയും, നിങ്ങൾ പറയുന്നത് പോലെ ഒരിക്കലും ഇത് മോഷണത്തിന് വേണ്ടിയിട്ട് നടന്നതല്ല. കാരണം ദേ ഇയാളുടെ ശരീരഭാഗങ്ങൾ നോക്ക്, ഇവിടെ എല്ലാം ഒരുപാട് ടാറ്റു കുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ടാറ്റു കുത്തുന്നത് ഇവിടെയുള്ള റൗഡികളാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഗ്യാങ് വാറിൽ നടന്ന കാര്യമാണ് എന്നുള്ള രീതിയിൽ ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് നമ്മുടെ ഹീറോയുടെ ആ ഒരു ബുദ്ധി വെച്ച് കണ്ടുപിടിച്ച് ആ ഒരു പോലീസുകാരനോട് പറഞ്ഞിട്ട് നേരെ കാറിനകത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൻ്റെ ഗേൾ ഫ്രണ്ട് അവനോട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വോയിസ് റെക്കോർഡായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു ഗേൾ ഫ്രണ്ടിനെ ഇപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു പോലീസുകാരൻ നേരെ കാറിനകത്തേക്ക് കയറി വന്നിട്ട് ഡാനിൻ്റെ കയ്യിലേക്ക് ഒരു കേസ് ഫയലെടുത്ത് കൊടുക്കുകയാണ്. സ്റ്റാർട്ടിങ് സീനിൽ നമ്മളൊരു സ്ത്രീയെ കൊന്നത് കണ്ടിരുന്നല്ലോ, ആ ഒരു കേസ് ഫയലാണ് ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ കയ്യിൽ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കേസ് സംഭവിച്ചിട്ടുള്ളത് സ്കോട്ട്ലാൻഡിലാണ്. അങ്ങനെ ആ ഒരു കേസ് ഫയലിലെ മർഡർ സീനിൽ വെച്ച് എടുത്തിരുന്ന ആ ഒരു ഫോട്ടോ നമ്മുടെ ഡാൻ എടുത്തിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു കൊലയാളി സത്യത്തിൽ ആ ഒരു പെണ്ണിനെ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവളെ കൊത്തി കൊന്നതിന് ശേഷം അവളുടെ ശരീരഭാഗങ്ങൾ പല പീസായിട്ട് കട്ട് ചെയ്തു. കൈ രണ്ടായിട്ട്, കാല് രണ്ടായിട്ട്, തലയും കട്ട് ചെയ്തു മാറ്റി. എന്നിട്ട് ശരീരഭാഗം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പകരം ആ ഒരു 2 കൈയും 2 കാലും വെച്ചിട്ട് ഒരു കുരിശ് പോലെ ആക്കി വെച്ച് അതിന് മുകളിലായിട്ട് ആ ഒരു പെണ്ണിൻ്റെ തലയും എടുത്ത് വെച്ചു. അങ്ങനെയാണ് ആ ഒരു കില്ലർ ആ ഒരു പെണ്ണിനെ കൊന്ന് അവിടെ വെച്ചിട്ട് പോയിട്ടുള്ളത്. അപ്പോഴാണ് മറ്റൊരു കാര്യം, സ്കോട്ട്ലാൻഡിൽ നടന്ന ഈ ഒരു കേസ് ഫയല് ചിക്കാഗോയിലുള്ള ഈ ഒരു പോലീസുകാരൻ നമ്മുടെ ഹീറോയുടെ കയ്യിൽ കൊടുക്കാനായിട്ട് കാരണം എന്താണ് എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കാണ് ഇതേപോലെ 5 വർഷങ്ങൾക്ക് മുന്നേ ചിക്കാഗോയിലും സെയിം രീതിയിലുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതിലും ആ ഒരു കൊലയാളി കൊന്നവരുടെ ശരീരഭാഗങ്ങൾ ഇതുപോലെയാണ് എടുത്തു വെച്ചിട്ട് പോയിട്ടുള്ളത്. ആ ഒരു സമയത്ത് ആ ഒരു കേസ് അന്വേഷിച്ചത് നമ്മുടെ ഹീറോ തന്നെയാണ്. പക്ഷേ ഒരിക്കലും ഹീറോയ്ക്ക് ആ ഒരു കൊലയാളിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ആ ഒരു കില്ലറാണെങ്കിലും ഈ ഒരു കൊലപാതക രീതി നിർത്തുകയും ചെയ്തു. പിന്നീടുള്ള 5 വർഷം ഇതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ 5 വർഷത്തിന് ശേഷം സ്കോട്ട്ലാൻഡിൽ ഇതുപോലെ ഒരു കൊലപാതകം നടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ഒരു കില്ലറിനെ പോലെ കോപ്പി അടിച്ചിട്ട് വേറെ ആരെങ്കിലും ഇത് ചെയ്യുന്നതായിരിക്കാം എന്നാ ഒരു പോലീസുകാരൻ പറയുമ്പോഴത്തേക്കും അങ്ങനെ നടക്കാനായിട്ട് ഒരു ചാൻസും ഇല്ല. കാരണം 5 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു മർഡർ സീനിൽ വെച്ചെടുത്ത ആ ഒരു ഫോട്ടോസ് എല്ലാം ഒരിക്കലും ഒരു വെളിയിൽ റിലീസ് ചെയ്തിട്ടില്ല. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ സെക്യൂർ ആയിട്ടാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യം ഒരിക്കലും അതുകൊണ്ട് തന്നെ വെളിയിലുള്ള ഒരാൾക്ക് ഇതൊരിക്കലും മനസ്സിലാക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ചിക്കാഗോയിൽ കൊല ചെയ്ത അതേ കൊലയാളി തന്നെയായിരിക്കണം സ്കോട്ട്ലാൻഡിലും ചെന്നിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് സ്കോട്ട്ലാൻഡിൽ നിന്നുള്ള പോലീസുകാർ നമ്മുടെ ഹീറോയെ വിളിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഹീറോ ആൾറെഡി തന്നെ ഈ ഒരു കേസ് അന്വേഷിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഹീറോയുടെ സഹായം ചോദിക്കുകയാണ് അവർ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്കോട്ട്ലാൻഡിൽ കാണിക്കുമ്പോഴത്തേക്കും അബിഗേലിന്റെ കേസ് അന്വേഷിക്കുന്ന ഒരു പോലീസുകാരൻ, അവൻ്റെ പേര് ഗ്ലെയിൻ എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ സെക്കൻഡ് ഹീറോ. അപ്പോൾ ഗ്ലെയിൻ തൻ്റെ വീട്ടിലിരുന്നിട്ട് ഈ ചിക്കാഗോയിൽ നടന്ന കേസിനെ പറ്റിയുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ആ ഒരു കൊലയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഈ ഒരു കേസിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ അവൻ്റെ വീട്ടിൽ അവൻ്റെ ഭാര്യയായിട്ടുള്ള മരിയയുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്.
ഇവരുടെ ജീവിതം നല്ലതുപോലെയല്ല മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആ ഒരു പ്രശ്നം എന്താണെന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. അങ്ങനെ കുറച്ച് കഴിയുന്നതും ഗ്ലെയിനും അവന്റെ ചീഫും അതേപോലെ തന്നെ നമ്മുടെ ഹീറോയും ഒരു ഓഫീസിൽ ഇങ്ങനെ കണ്ടുമുട്ടിയിട്ട് എന്നിട്ട് ഹീറോയോട് ഇവർ നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയാണ്. അവളുടെ പേര് അബിഗേൽ എന്നാണ്. കഴിഞ്ഞ ദിവസം രാത്രി ചർച്ചിൽ നിന്ന് നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിൽ വെച്ചിട്ടാണ് അവളെ കൊന്നിട്ടുള്ളത്. അതുപോലെ അയൽപ്പക്കത്തെ വീടുകളിലെല്ലാം ഞങ്ങൾ ചോദിക്കുമ്പോൾ അബിഗേലിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരുത്തൻ അവനുമായിട്ട് അബിഗേലിന് 2-3 ദിവസം എന്തോ ഒരു വഴക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ഒരു വഴക്ക് കാരണം അയൽപ്പക്കത്തെ വീട്ടിലെ ആ ഒരാൾക്ക് അബിഗേലിനോട് ദേഷ്യം തോന്നി അയാളായിരിക്കും കൊന്നത് എന്നും ഈ ഒരു പോലീസുകാർ സംശയിക്കുന്നുണ്ട്. ഇതൊരു സംശയം മാത്രമാണ്. രണ്ടാമത്തെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ കില്ലർ അബിഗേലിനെ കൊന്ന് അവളുടെ ശരീരം ആ ഒരു കുരിശ് രൂപത്തിലാക്കി വെച്ചിട്ട് പോയിരുന്നല്ലോ. ആ ഒരു ഷേപ്പ് വെച്ചിട്ട് കില്ലർ ഈ ഒരു സിമ്പലിനെയാണ് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു 3 സിമ്പലുകൾ ഇവരിങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ ഓരോ സിമ്പലുകളും ഓരോ ഗ്രൂപ്പുകളെയാണ് കാണിക്കുന്നത്. അതുപോലെ ഈ ഗ്രൂപ്പിലുള്ള ആർക്കും ദൈവവിശ്വാസം ഇല്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കില്ലർ ആ ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ കില്ലറിന് എന്തായാലും ദൈവത്തിനെ ഇഷ്ടമല്ല, ദൈവത്തിനെ വിശ്വസിക്കുന്നവരെയും ഒരിക്കലും ഇഷ്ടമല്ല. ഒരുപക്ഷെ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം അബിഗേലിനെ ആ ഒരു കില്ലർ കൊന്നിട്ടുള്ളത്. കാരണം അബിഗേൽ ആണെങ്കിൽ എപ്പോഴും ചർച്ചിൽ പോയിട്ട് ദൈവത്തിൽ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഡാനിനോട് പറയുന്നതും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാനും ഗ്ലെയിനും കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഗ്ലെയിന്റെ കാറിൽ അവരുടെ ഫാമിലി ഫോട്ടോ ഇങ്ങനെ കാണുന്നതും ഡാൻ ചോദിക്കും, ഹേയ് നിനക്കൊരു കുഞ്ഞുണ്ടല്ലോ, നല്ലൊരു കുടുംബമായിരിക്കും, നല്ല ജീവിതമായിരിക്കും എന്നല്ല ഇങ്ങനെ പറയുന്നതും അപ്പോഴാണ് ഗ്ലെയിൻ ഒരു കാര്യം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കുട്ടി ഉണ്ടായിരുന്നു, അത് ശരി തന്നെയാണ്. പക്ഷെ 2 വർഷങ്ങൾക്ക് മുന്നേ അവൻ്റെ കുട്ടി മരിച്ചു പോവാണ് ചെയ്തത്. ഇപ്പോൾ ആ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് അവരുടെ ജന്മനാളും കൂടി വരുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹീറോയും അവൻ്റെ ഭാര്യയും തമ്മിൽ ആ ഒരു അകൽച്ച കാണിക്കാനായിട്ടുള്ള കാരണം. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അടുത്തായിട്ട് ആ ഒരു ക്രൈം സീനിലേക്ക് വരികയാണ്. അങ്ങനെ ആ ഒരു റൂമിനകത്ത് വന്ന് നോക്കുമ്പോൾ താഴെ വീണ ലൈറ്റ്, ചെയർ, രക്തം ഇതെല്ലാം കണ്ടിട്ട് ഡാൻ പറയും ചിക്കാഗോയിലുള്ള ആ ഒരു കൊലയാളി അവനായിരിക്കില്ല ഈ ഒരു കൊലപാതകവും നടത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവൻ കൊല ചെയ്യുന്ന പാറ്റേണും ഈ ഒരു പാറ്റേണും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എന്നിട്ട് ചോദിക്കും, അല്ല അതൊക്കെ പോട്ടെ, ഈ വീട്ടിൽ നിന്ന് വേറെ എന്തെങ്കിലും എവിഡൻസ് നിനക്ക് കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ ഗ്ലെയിൻ പറയും, കിട്ടിയിട്ടുണ്ട്, അതൊരു ചാവിയാണ്. ഈ ഒരു ചാവി ഞാൻ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അത് പരിശോധിച്ചതിന് ശേഷം ഈ ഒരു ചാവി ഉപയോഗിച്ച് ഈ വീട്ടിലെ പല കാര്യങ്ങളും തുറക്കാൻ നോക്കിയിരുന്നു. പക്ഷെ ഒരിക്കലും അത് നടന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് കൊലയാളി ഇവിടെ വന്ന സമയത്ത് അവന്റെ കയ്യിൽ നിന്ന് വീണ ചാവിയായിരിക്കാം. അങ്ങനെ ആ ഒരു കാര്യം പറയുന്നതും ഗ്ലെയിനിന്റെ ഭാര്യ മരിയ അവനെ ഇങ്ങനെ വിളിക്കാണ്. അവൻ ഫോണും കൊണ്ട് നേരെ വെളിയിലേക്ക് വന്നിട്ട് അവളോട് സംസാരിക്കുമ്പോഴത്തേക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം അകത്ത് നിൽക്കുന്ന നമ്മുടെ ഡാൻ കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് ഗ്ലെയിൻ പറയുന്നത്, ഞാനിപ്പോൾ ഡാൻ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനോടൊപ്പം ക്രൈം സ്പോട്ടിലാണ് നിൽക്കുന്നത്. നീ എന്തായാലും ആഹാരം കഴിച്ചിട്ടിരുന്നോ, ഞാൻ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവും എന്ന് പറയുന്നത് അബിഗേലിന്റെ വീടിന് തൊട്ടടുത്തുള്ള ആ ഒരു താമസക്കാരൻ അയൽക്കാരനുണ്ടല്ലോ, അയാളെ പോലീസിന് ഇതിന് മുന്നേ തന്നെ സംശയം ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അവൻ ഇപ്പോൾ അവിടേക്ക് കാർ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവൻ വീടിനകത്തേക്ക് കയറി പോകുന്നതും നമ്മുടെ ഹീറോ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇതേപോലെ ഞാൻ പോലീസാണ്, ഈ അടുത്ത വീട്ടിലെ ആ ഒരു സ്ത്രീയുടെ കൊലപാതകത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നിങ്ങനെ പറയുന്നതും അവൻ പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ വാറന്റ് ഉണ്ടോ, വാറന്റ് ഇല്ലാതെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഒരിക്കലും മറുപടി പറയത്തില്ല എന്ന് അവൻ നല്ല അഹങ്കാരത്തോടെ തന്നെ ദേഷ്യത്തോടെ തന്നെ നമ്മുടെ ഹീറോയോട് ഇങ്ങനെ പറയാണ്. അങ്ങനെ ഹീറോ അവിടെ നിന്നും അടുത്തത് അബിഗേലിന്റെ വീടിന് മുന്നിലുള്ള ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നിട്ട്, അതൊരു വയസ്സായിട്ടുള്ള മുത്തശ്ശിയാണ്, അവരുടെ അടുത്തേക്ക് ചെന്ന് അബിഗേലിനും ആ ഒരു അയൽക്കാരനും തമ്മിലുള്ള ആ ഒരു പ്രശ്നമുണ്ടല്ലോ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചോദിക്കുന്നതും ഈ ഒരു മുത്തശ്ശിക്ക് നല്ലതുപോലെ കാര്യങ്ങൾ അറിയാം. കാരണം ഇവിടെ വന്ന ആ ഒരു പോലീസുകാരോട് അബിഗേലും അയാളും തമ്മിലുള്ള ആ ഒരു വഴക്കിനെ പറ്റി പറഞ്ഞത് തന്നെ ഈ ഒരു മുത്തശ്ശിയായിരുന്നു. അങ്ങനെ ആ ഒരു മുത്തശ്ശി പറയും, അബിഗേലുണ്ടല്ലോ അവൾ വളരെ നല്ലൊരു പെൺകുട്ടിയാണ്. ഒരു ദിവസം അടുത്ത വീട്ടിലെ അയാളുടെ ആ ഒരു കാറിന്റെ കണ്ണാടിയിലേക്ക് ആരോ ഒരാൾ മുട്ടയെടുത്ത് എറിഞ്ഞു, അത് അബിഗേലാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പെൺകൊച്ചിനെ അയാൾ നല്ലതുപോലെ വഴക്ക് പറഞ്ഞത്. ഒരുപക്ഷെ ആർക്കറിയാം ആ ഒരു ദേഷ്യം കാരണമായിരിക്കും ആ ഒരു പെൺകൊച്ചിനെ ഇവ കൊന്നത് എന്നെല്ലാം ഈ ഒരു മുത്തശ്ശിയും അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ അവന്റെ കാറിലിരുന്ന് മരിച്ചുപോയ അവന്റെ മകനെ പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ്. അതേസമയം ഡാൻ ആണെങ്കിലോ അവൻ താമസിക്കുന്ന ആ ഒരു ഹോട്ടലിൽ ഇരുന്നിട്ട് അവന്റെ കാമുകിയെ പറ്റിയും ഒരുപാട് ഇങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഈ ഒരു ആലോചനയിൽ ബിസി ആയിട്ടിരിക്കുന്ന അതേ സമയത്ത് നമ്മുടെ കില്ലർ മാത്രം ഒരിക്കലും ബിസിയല്ല. അവൻ രാത്രിയിലാണ് പണി തുടങ്ങുന്നത് തന്നെ. അവനിപ്പോൾ മറ്റൊരു സ്ത്രീയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അബിഗേൽ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ എങ്ങനെയാണോ കൊന്നത് അതേപോലെ തന്നെ ഈ ഒരു പെണ്ണിനെയും കൊല്ലുകയാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ ഈ ഒരു കൊലപാതകം നടന്നെന്നുള്ള കാര്യം വെളിയിലുള്ള ആർക്കും മനസ്സിലായിട്ടില്ല. അതേസമയം നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ രാവിലെ ആ ഒരു മുത്തശ്ശി പറഞ്ഞ കാര്യം, അതേപോലെ തന്നെ അടുത്ത വീട്ടിലെ അയാളുടെ സംശയമുള്ള ആ ഒരു കാര്യം, അയാൾ സംസാരിച്ച രീതി, ഇതെല്ലാം വെച്ചിട്ട് അയാളോട് നല്ല സംശയം തോന്നി. രാത്രിയിൽ അയാളുടെ വീട്ടിൽ പോയി അന്വേഷിക്കാം എന്നുള്ള രീതിയിൽ ഹോട്ടലിൽ കുടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഡാനിനെയും വിളിച്ചിട്ട് ഇവർ രണ്ടുപേരും അയൽക്കാരന്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഡാൻ അവന്റെ ഒരു പാർട്ണറിനെ പറ്റി ഇങ്ങനെ പറയുന്നത്. ആ പാർട്ണറിന്റെ പേര് ബ്രാവോ എന്നാണ്.
അവനും ഏകദേശം ഒരു 18 വർഷമായിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് കേസെല്ലാം അന്വേഷിച്ചിരുന്നത്. അതുമല്ലാതെ അവർ ചിക്കാഗോയിൽ ആ ഒരു കൊലയാളിയെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചിട്ട് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയാതെ ബ്രാവോ അവസാനം മരണപ്പെട്ടവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത ആ ഒരു കാരണം കൊണ്ട് ജോലിയിൽ നിന്നും വിട്ട് ഇപ്പോൾ മറ്റൊരു ജോലി ചെയ്യാണ്, ഒരു സെക്യൂരിറ്റി ജോലിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ ബ്രാവോനെ വിളിച്ചിട്ട് നമ്മൾ അന്വേഷിച്ച പോലെ തന്നെ ഒരു കേസ് ഞാൻ ഇപ്പോൾ വീണ്ടും അന്വേഷിക്കുകയാണ്, അതിൽ നിന്റെ സഹായം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടേക്ക് ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മുടെ ഹീറോയോട് ഇങ്ങനെ പറയും. അതുമല്ല ഡാൻ ഹീറോയോട് മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. അല്ല, ഇന്ന് രാവിലെ നീ നിന്റെ ഭാര്യയെ സംസാരിക്കുന്ന ആ ഒരു കാര്യം ഞാനത് കേട്ടിരുന്നു. അല്ല, നിങ്ങൾ എന്താണ് ഇത്ര അടുപ്പമില്ലാതെ സംസാരിക്കുന്നത്? എന്താ നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ മകൻ മരിച്ചതിന് ശേഷം ഞാനും അവളും അത്ര നല്ല അടുപ്പത്തിലല്ലായിരുന്നു. ആ ഒരു വിഷമത്തിൽ ഞങ്ങൾ ഒരുപാട് നാൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. പിന്നീട് ആ ഒരു ബന്ധം ഞങ്ങൾക്ക് നല്ലതുപോലെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. മകൻ്റെ മരണശേഷം ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജോലിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷെ അവൾക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് കഴിഞ്ഞതിന് ശേഷം അവൾക്ക് എന്തായാലും ഒരു കൂട്ട് വേണം. ഞാൻ എന്തായാലും ജോലി തിരക്കുമായതുകൊണ്ട് എനിക്ക് ആ ഒരു മാനസികാവസ്ഥ കടന്നു പോകാൻ എളുപ്പമായിരുന്നു. അവൾക്കും അതുപോലെ തന്നെ മറ്റാരെങ്കിലും സംസാരിക്കാൻ വേണമെന്നുള്ള രീതിയിൽ അവളും മറ്റൊരു റിലേഷനിലേക്ക് പോവുകയും ചെയ്തു. അവൾക്ക് അങ്ങനെ ഒരു റിലേഷൻ ഉള്ളതുകൊണ്ട് എനിക്കിതുവരെ ഒരു കുഴപ്പമില്ല. എന്നെല്ലാം ഇതുവരെയും ആരോടും പറയാത്ത ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഡാനിനോട് ഇങ്ങനെ പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ആ ഒരു അയൽക്കാരൻ്റെ വീട്ടിനടുത്തേക്ക് വരുന്നതും നമ്മുടെ ഡാൻ ആണെങ്കിൽ കാറിലിരിക്കുകയാണ്. ഹീറോ ആണ് വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. വീടിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഡോറിൽ ഇങ്ങനെ തട്ടുന്നതും അയൽക്കാരൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെ കണ്ട ഉടനെ തന്നെ ബാക്ക് ഡോർ വഴിയെ വീടിൻ്റെ പുറകിലേക്ക് ഇങ്ങനെ ഓടുന്നു. അതിലെല്ലാം ചാടി ഇങ്ങനെ ഓടുന്നതും ഡാൻ ഈ ഒരു കാര്യം കണ്ട് ഹീറോയോട് പറയുമ്പോഴത്തേക്കും ഹീറോ അവൻ്റെ പുറകെ തന്നെ പോവാണ്. അങ്ങനെ ഒരുപാട് ദൂരം ഓടി ഓടി വടുവൻ അപ്പൂപ്പ എവിടെ ഓടിയാലും നിന്നെ വിടത്തില്ല എന്നുള്ള രീതിയിൽ പുറകെ തന്നെ വന്ന് അപ്പൂപ്പനെ എന്തായാലും പിടിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അപ്പൂവനോട് ചോദിക്കും, നീ എന്തിനാ ഓടിയത്? അപ്പോൾ നീ തന്നെയാണ് അവളെ കൊന്നത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് അപ്പൂവൻ പറയുന്നത്, ഹേയ് നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഞാൻ നിങ്ങളെ കണ്ടിട്ടൊന്നും ഓടിയതല്ല. ഞാൻ ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. ആ ഒരു പണം ചോദിച്ചിട്ട് കടക്കാരാണ് വന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പേടിച്ചോടിയത്. അല്ലാതെ നിങ്ങൾ സംശയിക്കുന്നത് പോലെ ഞാൻ ആ ഒരു പെണ്ണിനെ ഒന്നും കൊന്നിട്ടില്ല. അന്നത്തെ ആ ദിവസം സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോലും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വിളിച്ച് ചോദിക്കും. ഞാൻ നല്ല വേഗതയിൽ വണ്ടി ഓടിച്ചത് കാരണം നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സ്പീഡ് ക്യാമറയിൽ അത് പെട്ടിട്ട് എനിക്ക് അവർ ഫൈൻ വരെ അടിച്ചിരുന്നു. അതുകൊണ്ട് ആ ഒരു സമയത്ത് ഒരിക്കലും ഞാൻ വീട്ടിലില്ലായിരുന്നു എന്നുള്ള കാര്യം ഇവരോട് പറയുമ്പോഴത്തേക്കും എന്തായാലും അപ്പൂപ്പൻ ഈ ഒരു കേസുമായിട്ട് ഒരു ബന്ധമില്ലാന്ന് ഇവർക്കിപ്പം മനസ്സിലായി. അതുകൊണ്ട് ഇയാളുടെ മേലിൽ ഇനി ഒരു സംശയവുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ കില്ലർ നടത്തിയ രണ്ടാമത്തെ ഒരു കൊലപാതകം ഉണ്ടല്ലോ, ആ ഒരു കാര്യം അറിഞ്ഞിട്ട് അവിടേക്ക് ഇപ്പോൾ ഇവർ ചെല്ലുകയാണ്. ഇതിനു മുന്നേ ചിക്കാഗോയിൽ നടന്ന ആ ഒരു 5 കൊലപാതകങ്ങളുണ്ടല്ലോ, ആ 5 കേസുകളും അതേപോലെ തന്നെ ഇപ്പോൾ അവസാനമായിട്ട് അബിഗേൽ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു ചാവി അല്ലാതെ വേറൊരു തെളിവും ഇതുവരെ ഇവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ കില്ലർ മനഃപൂർവ്വം ഇവർക്ക് വേണ്ടി കുറച്ച് തെളിവുകൾ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഇവർ റൂമെല്ലാം അടച്ച് നല്ല ഇതിൽ ഇരുട്ടാക്കിയതിന് ശേഷം ഒരു നീല കളർ റേഡിയം ലൈറ്റ് അവിടെയെല്ലാം അടിച്ചു നോക്കുമ്പോഴത്തേക്കാണ് ചുമരിൽ ഇതേപോലെ ഒരു സിമ്പൽ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്ന ഒരു കുരിശിൻ്റെ മുകളിൽ ഒരു തലയുള്ളതുപോലെ. ഇതൊരു സിമ്പലാണ്, അതിനെ ആങ്ക് എന്നാണ് പറയുന്നത്. കൂടുതലായിട്ടും ഈജിപ്ഷ്യൻ നാട്ടിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരാൾ മരിച്ചതിന് ശേഷം അയാളുടെ ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ല, അതിനുശേഷവും അയാൾക്കൊരു ജീവിതമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സിമ്പലാണിത്. അപ്പോൾ ഈ ഒരു കൊലയിൽ കില്ലർ ഇതേപോലെ ഒരു സിമ്പിൾ ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേയുള്ള കൊലയിലും അവൻ ഇതേപോലെ ഒരു സിമ്പൽ അവിടെ ഉപേക്ഷിച്ച് കാണും. ഒരു പക്ഷെ അത് നമ്മൾ മിസ് ചെയ്തതായിരിക്കാം എന്ന് മനസ്സിലാക്കി അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അബിഗേലിൻ്റെ വീട്ടിലേക്ക് ഇവർ പോവാണ്. അങ്ങനെ വീട്ടിൽ ഒരുപാട് നേരം പരിശോധിക്കുമ്പോഴത്തേക്കാണ് ആ വീട്ടിലെ ഒരു റാക്കിൽ ഒരുപാട് ബൈബിൾ ബുക്കുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിലൊരു ബുക്ക് മാത്രം തല കീഴായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നു. അങ്ങനെ ആ ഒരു ബുക്ക് എടുത്ത് അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതാണ് കില്ലർ ഇവർക്ക് വേണ്ടി വിട്ടു വെച്ചിട്ടുള്ള ആ ഒരു ക്ലൂ. അതിൽ കില്ലർ 715 എന്ന് പറയുന്നൊരു അധികാരം അതിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? 5 വർഷങ്ങൾക്ക് മുന്നേ ചിക്കാഗോയിൽ കില്ലർ നടത്തിയിട്ടുള്ള ആ ഒരു കൊലപാതക കേസുകളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കേസ് ഫയലിന്റെ നമ്പറാണ് 715. വെളിയിൽ പബ്ലിഷ് പോലും ചെയ്യാത്ത ഒരു കേസ്, ആ ഒരു കേസിന്റെ ഫയൽ നമ്പർ ഇതാണെന്ന് ഈ ഒരു കില്ലറിനെ എങ്ങനെ അറിയാം? അതെങ്ങനെയാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത് പോലുമില്ല. അതുമല്ല കില്ലർ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ദൈവത്തിൽ വിശ്വസിക്കുന്ന ജൂതന്മാരും പിന്നെ കത്തോലിക്കരും ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളാണ് എന്നാണ് ആ ഒരു കില്ലർ വിശ്വസിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് കില്ലർ അവസാനമായിട്ടുള്ള ആ 2 പെൺകുട്ടികളെയും കൊന്നിട്ടുള്ളത്. അങ്ങനെ ഇത് കൺഫേം ചെയ്യുന്ന രീതിയിൽ തന്നെ രണ്ടാമത് മരിച്ച ആ ഒരു പെണ്ണുണ്ടല്ലോ, ആ ഒരു പെണ്ണിന്റെ അമ്മ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, അതെ സാർ, എൻ്റെ മകൾ ഒരു കത്തോലിക് ഗ്രൂപ്പിലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹീറോ ചോദിക്കും, ഓക്കെ ശരി, അല്ല നിങ്ങളുടെ മകളെ കൊല്ലുന്ന രീതിയിൽ ആർക്കെങ്കിലും അവളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നു? ഉദാഹരണത്തിന് അവളുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, ഇങ്ങനെ ആരെങ്കിലും അറിയോന്ന് ആ ഒരു പെണ്ണിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അവളുടെ അമ്മയോട് ചോദിക്കുമ്പോഴത്തേക്കാണ്
എൻ്റെ മകളോട് ദേഷ്യമുള്ള ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ ചോദിച്ചതുപോലെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവനാണെങ്കിൽ നല്ലൊരു മനുഷ്യനായിരുന്നു. പിന്നീട് എന്തോ സംഭവിച്ചിട്ട് അവർ രണ്ടുപേരും ബ്രേക്കപ്പായി എന്നുള്ള രീതിയിൽ ആ ഒരു ബോയ് ഫ്രണ്ടിനെ പുതുതായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ഒരു ബോയ് ഫ്രണ്ടിൻ്റെ പേര് കോളിൻ എന്നാണ്. അവൻ്റെ ഫോട്ടോ ആണെങ്കിൽ നമ്മുടെ ഹീറോ ഇങ്ങനെ കാണുകയും ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മുടെ ഡാനിൻ്റെ അടുത്തേക്ക് അവൻ്റെ ആ ഒരു പാർട്ണറായിട്ടുള്ള ബ്രാവോ ഉണ്ടല്ലോ, അവനും വന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കണ്ട് ഇതിനു മുന്നേ ഇവർ ഈ കേസിനെ പറ്റി അന്വേഷിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിക്കുകയെല്ലാം ചെയ്യുന്നു. അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ ഹീറോ നേരെ ആ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ കോളിൻ, അവനെ കാണാനായിട്ട് ഇങ്ങനെ ചില്ലാണ്. അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനോട് വേറെ ഒന്നും ചോദിക്കുന്നില്ല. അബിഗേലിന്റെ കൊല നടന്ന ആ ഒരു സമയത്ത് നീ എവിടെയാണ് ഉണ്ടായിരുന്നത് എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അപ്പം തന്നെ പോവുമായിരുന്നു. പക്ഷെ ഈ ഒരു ബോയ് ഫ്രണ്ട് അവൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഓ അപ്പോൾ കൊല നടന്ന ആ ഒരു സമയത്ത് ഞാൻ എവിടെ ഉണ്ടെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാനൊരു കൊലയാളിയാണെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ട്, അങ്ങനെയല്ലേ? ശരി, നിങ്ങളോട് എനിക്ക് മറുപടി പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വക്കീലിനെ വിളിക്കണം എന്നുള്ള രീതിയിൽ ഇവൻ ഇങ്ങനെ വാശി പിടിക്കുകയാണ്. എന്തായാലും അവനെ വെറുതെ വിടത്തില്ല. തൂക്കിയെടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ആ വക്കീലും കൂടെ തന്നെ ഉണ്ട്. എന്നിട്ട് അവനോട് ചോദ്യങ്ങളൊക്കെ എന്നെ ചോദിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ വെച്ച് ചോദിച്ച അതേ ചോദ്യം തന്നെ അവനോട് ചോദിക്കുന്നതും അവൻ പറയും, ഇവൻ വെളിനാട്ടിലെ ഒരു സെക്യൂരിറ്റി ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ അവിടെയായിരുന്നു. അതേപോലെ തന്നെ രണ്ടാമത് ആ ഒരു കൊല നടക്കുന്ന സമയം വരെയും ഞാൻ ആ ഒരു നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് നാട്ടിലേക്ക് വന്നത് എന്ന് പറയുന്നതും ഓക്കെ, അത് ശരി. അല്ല, രണ്ടാമത് മരണപ്പെട്ട ആ ഒരു പെണ്ണിനും നിനക്കും ഒരു സമയത്ത് നല്ല റിലേഷൻ ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ബ്രേക്കപ്പ് ആയത് എന്നിങ്ങനെ ചോദിക്കുന്നതും, ഞങ്ങൾ നല്ലതുപോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്, പക്ഷെ നടുവിൽ വെച്ചിട്ട് അവൾ പോകാൻ പാടില്ലാത്തൊരു സ്ഥലത്തേക്ക് പോയി, അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയത്. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കും, അല്ല ഇതുകൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നതും അവൻ ഒരിക്കലും അതിന് മറുപടിയും പറയുന്നില്ല. അടുത്തുള്ള ആ ഒരു വക്കീലാണെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനും സമ്മതിക്കുന്നില്ല. വക്കീൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്റെ കക്ഷിക്കെതിരെ നിങ്ങളുടെ കയ്യിൽ ഒരു തെളിവുമില്ല, പിന്നെ എന്തിനാണ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ അടുത്ത സീനിൽ നമ്മുടെ ഹീറോ, ഡാന്, പിന്നെ ഡാനിന്റെ സുഹൃത്ത് ബ്രാവോ, പിന്നെ ആ ഒരു ചീഫ്, ഇവർ 4 പേരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ നടന്ന ഈ 2 കൊലപാതകത്തെ പറ്റിയും അതിൽ കിട്ടിയ ഒരു തെളിവുകൾ, അതേപോലെ തന്നെ ചിക്കാഗോയിൽ നടന്ന 5 കേസുകൾ, ഇതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ തന്നെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് മറ്റൊരു കാര്യം കിട്ടുന്നത്. ചിക്കാഗോയിൽ നടന്നിട്ടുള്ള 5 കൊലപാതകങ്ങളും ഇപ്പോൾ നടന്ന ആ 2 കൊലപാതകങ്ങളും, ഇതിലെല്ലാം കില്ലറ് അവരെ കൊന്നതിന് ശേഷം അവരുടെ ശരീരഭാഗത്തുള്ള ഏതെങ്കിലും ഒരു ആഭരണം അതെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഇത്രയും നേരം സംസാരിച്ചതിൽ വെച്ചിട്ട് 5 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആ ഒരു കില്ലറും ഇപ്പോഴുള്ള കില്ലറും ഒരാളാണെന്നും ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അല്ലാതെ ഇവർക്ക് മനസ്സിലാവുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ കൊല ചെയ്യുന്ന ആ ഒരു കില്ലറിന് മതവെറുപ്പുണ്ട്, അതുകൊണ്ടാണ് അവൻ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ കൊല്ലുന്നത്. പക്ഷെ ഇതിലാണ് ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള കാര്യം. എന്താണെന്ന് കാണിക്കുമ്പോൾ കില്ലർ ഇപ്പോൾ വിട്ടിട്ട് പോയ ആ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, ആ ഒരു സിമ്പിളിനെ പറ്റി കൂടുതൽ പഠിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സിമ്പിൾ വെച്ചിട്ട് ഇന്റർനെറ്റിലെ ഒരു ഗ്രൂപ്പ് ഒരു വ്ലോഗ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഗ്രൂപ്പിനും ദൈവത്തെ ഇഷ്ടമല്ല, ദൈവത്തിൽ അവർ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇതേ ഗ്രൂപ്പിൽ തന്നെയാണ് നേരത്തെ കാണിച്ച കോളിൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണിന്റെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവനും ഒരു മെമ്പർ ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ മേലിലുള്ള ആ ഒരു സംശയം ഇവർക്ക് കുറച്ചുകൂടി കൂടുകയാണ് ചെയ്യുന്നത്. അതേസമയം മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ ഭാര്യ, അവളെ വീട്ടിലിപ്പോൾ തനിച്ചാണുള്ളത്. അതേസമയം വീടിന്റെ വെളിയിൽ കോളിൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോയ് ഫ്രണ്ട് അല്ലേ, അവൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അവൻ വന്ന് നിന്നിട്ട് ഹീറോയുടെ ഭാര്യയെ നോക്കി അവൻ കുറച്ച് വൃത്തികേടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാണ്. അവളെ ഒരിക്കലും ഇത് കാണുന്നില്ല. ഇവൻ വെളിയിൽ നിന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ ബോയ് ഫ്രണ്ട് ഏത് ഗ്രൂപ്പിലാണോ മെമ്പർ ആയിട്ടുള്ളത് ആ ഒരു ഗ്രൂപ്പിനെ കാണാനായിട്ട് ഹീറോ ഇപ്പോൾ ചെല്ലുകയാണ്. അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവർക്കാർക്കും ഒരു പോലീസുകാരൻ അതിനകത്തേക്ക് വരുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഹീറോ അവിടെയുള്ള ആ ഒരു നേതാവിനോട് കോളിൻ എന്ന് പറഞ്ഞ അവനെ പറ്റി ഇങ്ങനെ ചോദിക്കുന്നതും അവർ പറയും, ആദ്യം അവൻ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ നിന്നിരുന്നത്, പക്ഷെ പിന്നീട് അവൻ എന്തോ ഈ ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാതെ അവനായിട്ട് ഇവിടെ നിന്ന് പോവായിരുന്നു. പിന്നീട് ഒരിക്കലും അവൻ ഈ ഒരു ഗ്രൂപ്പിലോട്ട് ചേർത്തിട്ടില്ല, അതുകൊണ്ട് അവനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയത്തില്ല എന്നും പറഞ്ഞ് ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അബിഗേലിന്റെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ, ആ ഒരു മുത്തശ്ശി ഇപ്പോൾ നമ്മുടെ ഹീറോയെ കാണാനായിട്ട് വരികയാണ്. ആ ഒരു വരാനായിട്ടുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ മുത്തശ്ശിയുടെ വീട്ടിൽ ഡെലിവറി ചെയ്യാനായിട്ട് ഒരു ഡെലിവറി ബോയ് വന്നിരുന്നു. ആ ഒരു കാര്യം കണ്ടപ്പോഴത്തേക്കാണ് അബിഗേലിന്റെ മരണത്തിന് മുന്നേ 2 ദിവസങ്ങൾക്ക് മുന്നേ അബിഗേലിന്റെ വീട്ടിൽ ഇതേപോലെ ഒരു ഡെലിവറി ബോയ് വന്നിരുന്നു. ആ ഒരു ഡെലിവറി മാൻ ആണെങ്കിലും അബിഗേലിന്റെ വീടിന് ചുറ്റുമായിട്ട് സംശയിക്കുന്ന രീതിയിൽ ചുറ്റി നടക്കുന്നതായിട്ടും ഈ ഒരു മുത്തശ്ശി കണ്ടു. ഈ ഒരു കാര്യം ഹീറോയോട് പറയുന്നതും ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു 6 പേരുടെ ഫോട്ടോ എടുത്തിട്ട് അതിലാണെങ്കിൽ കോളിൻ എന്ന് പറഞ്ഞിട്ട് അവന്റെ ഫോട്ടോയും കൊണ്ട് ഇതിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട്, നിങ്ങൾ അന്ന് കണ്ട ഒരാളെ ഇതിലെവിടെയെങ്കിലും കാണിച്ചു തരാൻ കഴിയുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു മുത്തശ്ശി പെട്ടെന്ന് കോളിന്റെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇനി എന്തോ വേണം, ഇതിനു മുന്നേ
കോളിനെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും അവനെതിരായിട്ട് തെളിവുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അബിഗേലിന്റെ കൊലപാതകത്തിന് 2 ദിവസം മുന്നേ അവളുടെ വീടിന് ചുറ്റുമായിട്ട് ഇവ നടന്നെന്നുള്ള ആ ഒരു കാര്യം വെച്ചിട്ട് പോലീസിനെയും കൂട്ടി നേരെ അവന്റെ വീട്ടിലേക്ക് ചെല്ലാണ്. അങ്ങനെ പോലീസ് എല്ലാവരും അവന്റെ വീടിന് ചുറ്റുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതും ഇവൻ വെളിയിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് പോലീസുകാർ ഇതേപോലെ വാക്കി ടോക്കിയിൽ സംസാരിക്കുന്ന ആ ഒരു ശബ്ദം ഇവൻ ചെറുതായിട്ട് കേട്ട് ഒരു ഒറ്റ ഓട്ടം ഓടുന്ന ഇവനെ എന്തായാലും നമ്മുടെ ഹീറോ വെറുതെ വിടോ, ഒരിക്കലുമില്ല, പുറകെ തന്നെ ഓടുന്നുണ്ട്. ഏകദേശം ഒരു 10-12 മിനിറ്റ് ചേസിങ്ങിനൊടുവിൽ അവൻ ഇവർ പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്റ്റേഷനിലേക്ക് അവനെ കൊണ്ടുവന്നതിന് ശേഷം ആ ഒരു ചീഫ് പറയും, ഇന്ന് എന്തായാലും നീ അവനെ ചോദ്യം ചെയ്യണ്ട, നാളെ ആവട്ടെ, നീ എന്തായാലും വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് വാ എന്നും പറഞ്ഞ് ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും ഹീറോ നേരെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ ഭാര്യയെ കാണാനില്ല. ഓക്കെ, മുകളിൽ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുത്ത് അവളെ വിളിച്ചു നോക്കുമ്പോഴത്തേക്കാണ് മുറിയിൽ നിന്നും ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു. അങ്ങനെ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് ഹീറോയ്ക്ക് കൊടുക്കുന്ന ഒരു ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ ഹീറോയുടെ ഭാര്യനെയും ആ ഒരു കില്ലർ എങ്ങനെയാണോ കൊല്ലുന്നത് അതേപോലെ കൊന്ന് കാലും കൈയെല്ലാം വെട്ടി മാറ്റി ആ ഒരു കുരിശ് രൂപത്തിലാക്കി ഇങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അവൻ എവിടെ വെളിയിൽ പോയിട്ട് വന്നിരുന്നല്ലോ. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയുടെ ഭാര്യയെ കൊന്നിട്ടായിരിക്കണം എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ അവനെ വെറുതെ വിടരുത് എന്നുള്ള രീതിയിൽ നല്ല ദേഷ്യമുണ്ട് അവനോട്. അങ്ങനെ മറ്റൊരു സൈഡിൽ കാണിക്കുമ്പോഴത്തേക്കും ഡാനിന്റെ പാർട്ണർ ബ്രാവോ അവനിപ്പോൾ ഹീറോയെ വിളിച്ചിട്ട് നല്ല രീതിയിൽ സമാധാനപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും സാധാരണ ആ ഒരു കില്ലർ കൊല്ലുന്ന എല്ലാവരുടെയും ശരീരഭാഗം കൈയും കാലും തലയും മാത്രമല്ലാതെ ബാക്കി ശരീരഭാഗം എവിടെയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവസാനമായിട്ടും ഹീറോയുടെ ഭാര്യയുടെ ആ ഒരു ശരീരഭാഗം ഒരു കാടിനകത്ത് നിന്ന് കിട്ടിയെന്നും പറഞ്ഞിട്ട് ഹീറോയെ ഇങ്ങനെ വിളിച്ചു പറയുന്നതും ഹീറോ നേരെ അവിടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് ഭാര്യയുടെ ശരീരഭാഗം കാണുന്നതും സത്യം പറഞ്ഞാൽ തകർന്നു പോയി ആ ഒരു മനുഷ്യൻ. അതേസമയം സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ചീഫ് ഇപ്പോൾ ആ ബോയ് ഫ്രണ്ടിനെ വിളിച്ചിരുത്തിയിട്ട് മരിച്ചുപോയ 3 സ്ത്രീകളുടെയും ഫോട്ടോ കാണിച്ച് ഇവരെ 3 പേരെ കൊന്നത് നീയല്ലേ, നീ നേരത്തെ പറഞ്ഞിരുന്നു ഇവർ മരിക്കുന്ന സമയത്ത് നീ ഈ ഒരു നാട്ടിലേ ഇല്ലായിരുന്നു, വേറൊരു നാട്ടിലായിരുന്നെന്ന്. പക്ഷേ നീ പറയുന്ന ആ ഒരു ഡേറ്റിന് മുന്നേ 4 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ നിന്നെ ആ ഒരു ജോലിയിൽ നിന്ന് അവർ പുറത്താക്കി. അത് കഴിഞ്ഞ് അബിഗേലിന്റെ കൊല നടക്കുന്ന 2 ദിവസം മുന്നേ തന്നെ നീ അവളുടെ വീടിന്റെ ചുറ്റും കറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. നിന്നെ കണ്ട സാക്ഷിയുണ്ട്. ഇനിയും നീ കൊല ചെയ്തില്ല എന്ന് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കണമെന്നാണോ? അതുകൊണ്ട് നീയാണ് കൊലയാളിയെന്ന് സമ്മതിച്ചോ എന്നിങ്ങനെ പറയുന്നതും ഈ ഒരു വടുവൻ ഒരിക്കലും അത് സമ്മതിക്കുന്നില്ല. ഓക്കെ, എന്തായാലും ഇവനോട് ചോദിച്ചിട്ട് കാര്യമില്ല. സ്കോട്ട്ലാൻഡിൽ നടന്ന ഈ ഒരു കൊലപാതകം വിടാം. ചിക്കാഗോയിൽ നടന്ന ആ ഒരു കൊലപാതകത്തെ പറ്റി ഇവൻ എന്തെങ്കിലും പങ്കുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി. അല്ല, നീ എപ്പോഴെങ്കിലും അമേരിക്കയിൽ പോയിട്ടുണ്ടോ എന്ന് ചീഫ് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും, ഞാൻ പോയിട്ടുണ്ട്. എപ്പോഴെല്ലാം എനിക്ക് ബോറടിക്കുന്നു ആ ഒരു സമയത്തെല്ലാം ഞാൻ അമേരിക്കയിൽ പോയിട്ടുണ്ട്. അങ്ങനെയാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ അമേരിക്കയിൽ പോയത് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഇപ്പോൾ നമുക്ക് തരികയാണ്. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. കുറച്ച് നാൾക്ക് മുന്നേ ഞാൻ അമേരിക്കയിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു ബാറിൽ വെച്ചിട്ട് ഒരു പോലീസുകാരനെ ഞാൻ കണ്ടുമുട്ടിയിരുന്നു. ഏതോ കുറേ സ്ത്രീകളെ കൊന്ന ഒരു കേസിന്റെ ഭാഗമായിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എന്നോടന്ന് പറഞ്ഞത്. അതുപോലെ നിങ്ങളിപ്പോൾ എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നില്ലേ ഈ ഒരു സ്ത്രീകളുടെ കൊലപാതകം, അതേപോലെയുള്ള കേസിനെ പറ്റിയാണ് ആ ഒരു പോലീസുകാരൻ ആ ഒരു സമയത്ത് അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്നിങ്ങനെ പറയുന്നതും ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഡാൻ ആണെങ്കിൽ വെളിയിൽ നിന്ന് കേൾക്കാണ്. അപ്പോഴാണ് ഡാൻ ആലോചിക്കുന്നത്, അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ഏതോ ഒരുത്തനാണ് വെറുതെ ഇവനോട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അത് ഫോളോ ചെയ്ത് ഇവൻ ഇപ്പോൾ ഇവിടെ ഈ ഒരു കൊലപാതകങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും അവനാണ് കൊലയാളിയെന്ന് ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലും നല്ല ദേഷ്യത്തിന് ഇതിനകത്തേക്ക് കയറി വന്ന് അവനോട് ദേഷ്യപ്പെട്ട് അവനെ അടിക്കാനായിട്ട് ഇങ്ങനെ ചെല്ലുന്നതും ഹീറോയെ എങ്ങനെയെങ്കിലും പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാൻ ആണ് ഇപ്പോൾ അകത്തേക്ക് കയറി വരുന്നത്. എന്നിട്ട് ഡാൻ പറയും, ആരോ ഒരാൾ ഇവനോട് പറഞ്ഞ് 5 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു സീരിയൽ കൊലപാതകത്തെ പറ്റി ഇവന് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്. അതങ്ങനെ കോപ്പി ചെയ്തിട്ട് ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ഇവൻ തേടിപ്പിടിച്ച് ആ ഒരു പാറ്റേണിൽ തന്നെ അവരെയും കൊല്ലുകയാണ്. പക്ഷെ ഇവനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനത് സമ്മതിക്കത്തുമില്ല. ഇവനെതിരെ നമുക്ക് വേറെ വലിയ തെളിവുമില്ല. അതുകൊണ്ട് ഇവനെ എന്തായാലും വെറുതെ വിടയല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവനെ ഇപ്പോൾ പുറത്തു വിടുന്നു. അപ്പോൾ തൻ്റെ ഭാര്യയെ കൊന്നവൻ വളരെ കൂളായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് അത് സഹിക്കുന്നില്ല. അപ്പോഴേക്കാണ് ഡാൻ ഹീറോയെ വിളിച്ചിട്ട് ഒരു ബാറിലേക്ക് ചെന്നിരുന്ന് ഹീറോയെ സമാധാനപ്പെടുത്തുന്നത്. അതുമല്ല, അപ്പോഴാണ് ഡാനിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. എന്താണെന്ന് വെച്ചാൽ 5 വർഷങ്ങൾക്ക് മുന്നേ ചിക്കാഗോയിൽ 5 സ്ത്രീകളെ കൊന്നിരുന്നല്ലോ. അതിലൊരു സ്ത്രീ ഡാനിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. നിനക്കോ പ്രശ്നമില്ല, നിന്റെ ഭാര്യയെ കൊന്നവൻ നിന്റെ കൺമുന്നിൽ തന്നെയുണ്ട്. പക്ഷെ എൻ്റെ അവസ്ഥ, എൻ്റെ ഭാര്യയെ കൊന്നത് ആരാണെന്ന് പോലും എനിക്ക് ഇപ്പോഴറിയത്തില്ല. അതുമല്ലാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ ഒരു 5 വിക്ടിമിൽ ഒരാൾ ഡാനിന്റെ ഭാര്യയാണെന്നുള്ള കാര്യം ഡാനിനും അതേപോലെ തന്നെ ഡാനിന്റെ പാർട്ട്ണറായിട്ടുള്ള ബ്രാവോയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ, അതുപോലെ തന്നെ ആയിരിക്കണം നീയും, നീ ഒരു പോലീസുകാരനും കൂടിയാണ്. അങ്ങനെ ഹീറോയെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നതും
അതേസമയം ഇവിടെ ആ ഒരു ബോയ് ഫ്രണ്ട് കോളിനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവനിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു സന്തോഷം. അവനാണെങ്കിൽ ഒരു ബാറിലിരുന്നിട്ട് ഡാൻസ് എല്ലാം കണ്ട് നല്ല രീതിയിൽ കുടിച്ച് അവിടെയുള്ള ഒരു സ്ത്രീയെ കളിയാക്കി അവരൊരുപാട് വഴക്കെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് വെളിയിലേക്ക് വരുന്ന സമയത്താണ് ഇവന് കൊടുക്കുന്ന ഒരു ട്വിസ്റ്റ്. നമ്മുടെ ഡാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ചിക്കാഗോയിൽ കൊല ചെയ്തത് വേറെ ആള്, അവനെ കോപ്പി ചെയ്തിട്ടാണ് ഇവൻ ഇവിടെ ഈ ഒരു കൊലയെല്ലാം ചെയ്യുന്നതെന്ന്. അങ്ങനെ കോളിനാണെങ്കിലും വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും പെട്ടെന്ന് അവന്റെ പുറകെ വന്ന ഒറിജിനൽ കില്ലർ അവന്റെ വയറിലേക്ക് കത്തി ഇങ്ങനെ ഇറക്കിയിട്ട് അവന്റെ വയറ് കീറി കുടൽ മാലയെല്ലാം പുറത്ത് വീഴുന്ന രീതിയിൽ അവനെ കൊന്നിട്ടിട്ട് പോവുകയും ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ ഒരു മെസ്സേജ് വരികയാണ്. സ്റ്റേഷനിൽ നിന്നിറങ്ങിയ കോളിനെ ഫോളോ ചെയ്യാനായിട്ട് ഒരു തന്നെ പറഞ്ഞു വിട്ടിരുന്നു. അവൻ അയക്കുന്ന മെസ്സേജാണിത്. എന്താണെന്ന് വെച്ചാൽ ബാറിൽ വെച്ചിട്ട് അവനെ മിസ്സായെന്നുള്ള കാര്യമാണ് മെസ്സേജ് ആയിട്ട് അയക്കുന്നത്. ഈ ഒരു മെസ്സേജ് കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് മറ്റൊരു കാര്യം കത്തുന്നത്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഇവർക്ക് അബിഗേലിന്റെ കേസിൽ അവളുടെ വീട്ടിൽ നിന്ന് ഒരു ചാവി കിട്ടിയിരുന്നല്ലോ. ആ ഒരു ചാവി ഒരുപക്ഷെ കോളിൻ്റെതായിരിക്കോ, കാരണം അവനല്ലേ ഇവരെല്ലാം കൊന്നത്. അങ്ങനെയാണെങ്കിൽ അവന്റെ വീട്ടിൽ ഈ ഒരു ചാവി എന്തായാലും സെറ്റാവും എന്നും പറഞ്ഞിട്ട് ആ ഒരു ചാവി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുത്ത് ആരോടും പറയാതെ നമ്മുടെ ഹീറോ കോളിന്റെ വീട്ടിലേക്ക് ചെല്ലാണ്. എന്നിട്ട് അടുത്തുള്ളൊരു ഷെഡ് ഈ ഒരു ചാവി വെച്ച് തുറക്കാനായിട്ട് ശ്രമിക്കുന്നതും അത് തുറന്നു വരുന്നുണ്ട്. അങ്ങനെ അതിനകത്തേക്ക് കയറി അവിടെയെല്ലാം നോക്കുമ്പോഴത്തേക്കാണ് ഒരു ട്വിസ്റ്റ്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഇന്നലെ രാത്രി കോളിനെ ആ ഒരു യഥാർത്ഥ കൊലയാളി കൊന്നിരുന്നല്ലോ. ആ കൊലയാളി ഏതൊരു രീതിയിലാണ് എല്ലാവരെയും കൊന്നു വെച്ചിട്ട് പോകുന്നത്, അതേപോലെ തന്നെ കോളിന്റെ ശരീരഭാവവും കുരിശു രൂപത്തിലാക്കി ഈ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടേക്ക് പോലീസും വരുന്നു. അങ്ങനെ ഡാനി അവിടേക്ക് വന്നിട്ട് അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ഒറിജിനൽ കില്ലറിനെ കോപ്പി ചെയ്തിട്ട് ഇവർ ഇതേപോലെ കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നത് ഒറിജിനൽ കില്ലറിനെ എന്തായാലും ഇഷ്ടപ്പെടാതെയാണ് ഇവനെ കൊന്നിട്ടുള്ളതെന്ന് ഇവർക്ക് മനസ്സിലായതല്ല, അങ്ങനെയാണ് ഇവർ വിശ്വസിക്കുന്നത്. അങ്ങനെ അവന്റെ വീടിനകത്ത് ഇവർ പരിശോധിക്കുമ്പോഴത്തേക്കാണ് ആദ്യം കൊന്ന അബിഗയില്, അതേപോലെ തന്നെ രണ്ടാമത് കൊന്ന ആ ഒരു പെണ്ണ്, അവരെവിടേക്കാണ് പോകുന്നത് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചുമരിൽ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇവൻ കൊന്നിട്ടുള്ളത്. പക്ഷേ മൂന്നാമതായിട്ട് കൊന്ന ഹീറോയുടെ ഭാര്യയുടെ ചിത്രം മാത്രം ഈ ഒരു കൂട്ടത്തിലില്ല. അങ്ങനെയാണെങ്കിൽ ഹീറോയുടെ ഭാര്യയെ കൊന്നിട്ടുള്ളത് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള കോളിനല്ല, അത് ചെയ്തിട്ടുള്ളത് ചിക്കാഗോയിലുള്ള യഥാർത്ഥ കൊലയാളി തന്നെയാണ്. പക്ഷെ അതാരാണെന്നാണ് ഇവർക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് നമ്മുടെ ഹീറോയ്ക്ക് ഇവിടെ നിന്നൊരു തുണ്ട് പേപ്പർ ഇങ്ങനെ കിട്ടുന്നത്. ആ പേപ്പറാണെങ്കിൽ കീറിയിട്ടുണ്ട്. പേപ്പറിന്റെ കീറിയ ഭാഗത്ത് നോസ് ഓഫ് ലണ്ടൻ എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കി എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയത്തില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ കോളിനെ പറ്റി ഇവർ അന്വേഷിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവനോട് ചിക്കാഗോയിൽ നടന്ന ആ ഒരു കൊലപാതകത്തെ പറ്റി ആരോ ഒരാൾ പറഞ്ഞിട്ടാണ് അവൻ അത് കോപ്പി ചെയ്ത് ഇവിടെ ഈ ഒരു കൊലപാതകങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അതാരാണെന്ന് അറിയാൻ വേണ്ടി അവൻ വർക്ക് ചെയ്തിരുന്ന ആ ഒരു സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അവിടെയുള്ള ഫോട്ടോസ് എല്ലാം എടുത്ത് ഇങ്ങനെ നോക്കാണ്. അങ്ങനെ ആ ഒരു ഫോട്ടോസ് എല്ലാം ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡാനിന് ഒരു ഒന്നൊന്നര ട്വിസ്റ്റ് ഇങ്ങനെ കാണുന്നത്. എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു ഫോട്ടോയിൽ ആ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള കോളിന്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ ഡാനിന്റെ പാർട്ണർ ആയിട്ടുള്ള ബ്രാവോ ഇങ്ങനെ നിൽക്കുന്നു. അവനും ഒരു പോലീസുകാരനാണ്. അതുമല്ലാതെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ചിക്കാഗോയിൽ നടന്ന ആ ഒരു കൊലപാതകത്തെ പറ്റിയെല്ലാം അന്വേഷിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ കോളിനോട് ഈ ഒരു കഥകളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ബ്രാവോ തന്നെയാണ്. അതുമല്ലാതെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതുമല്ല ഇപ്പോൾ ചിക്കാഗോയിൽ നടന്ന അതേ പാറ്റേണിൽ തന്നെ അവസാനമായിട്ട് നമ്മുടെ ഹീറോയുടെ ഭാര്യ, അതേപോലെ തന്നെ കോളിൻ, ഇവരെ രണ്ടുപേരെയും കൊന്നിട്ടുണ്ട്. അതുമല്ലാതെ പാർട്ണറായിട്ടുള്ള ബ്രാവോ ആണെങ്കിലും ഈ ഒരു നാട്ടിൽ തന്നെയുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താണ്? ആ ഒരു പാർട്ണർ തന്നെയാണ് യഥാർത്ഥ കൊലയാളി എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ ഡാൻ ഈ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ ഹീറോയ്ക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ ഹീറോ ഈ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്കാണ് അവർ നിൽക്കുന്ന ആ ഒരു ഫോട്ടോയുടെ പുറകിലായിട്ട് ഇവർ പോയിരിക്കുന്ന ആ ഒരു പാർട്ടിയെ പറ്റിയുള്ള കുറെ കാര്യങ്ങൾ നോട്ടീസ് എല്ലാം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിൽ മിലാനോസ് ഓഫ് ലണ്ടൻ എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പേപ്പറിന്റെ ഭാഗമാണ് നമ്മുടെ ഹീറോയ്ക്ക് കോളിന്റെ വീട്ടിൽ നിന്നും കിട്ടിയത്. അപ്പൊ ഇത് വെച്ച് തന്നെ പാർട്ണറായിട്ടുള്ള ബ്രാവോ തന്നെയാണ് യഥാർത്ഥ കില്ലർ എന്ന് നമ്മുടെ ഹീറോയും മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഡാനിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ബ്രാവോയാണ് യഥാർത്ഥ കൊലയാളി എന്ന് മനസ്സിലാക്കിയ ഡാൻ പെട്ടെന്ന് ബ്രാവോയെ വിളിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കത്തില്ല, ഇൻഡയറക്റ്റ് ആയിട്ട്, അല്ല ബ്രാവോ, കൊലയാളി എന്ന് പറഞ്ഞിട്ട് കോളിൽ നിന്നും പറഞ്ഞ ഒരുത്തന്നെ നമ്മളിപ്പോൾ പിടിച്ചിരുന്നല്ലോ, അവനെ നീ ഇതിനു മുന്നേ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നതും. അപ്പോഴേക്കും ബ്രാവോ പെട്ടെന്ന് അവന്റെ മുഖം കാണുമ്പോൾ തന്നെ ഒരു കള്ള ലക്ഷണം പോലെ അവൻ പറയും, ഓ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല, അല്ല നീ ഇപ്പോൾ ഹോട്ടലിലല്ലോ ഉള്ളത്, ശരി ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ബ്രാവോ നേരെ ഡാനിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഡാനാണെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയോടും പറഞ്ഞിട്ടുണ്ട്. ഹീറോ ആണെങ്കിൽ നല്ല സ്പീഡിന് ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ബ്രാവോ ഡാനിന്റെ മുറിയിലേക്ക് കയറുന്നതും അവൻ ലാപ്ടോപ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന ഇവർ ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്കാണ് ഡാൻ ചോദിക്കുന്നത്, ഓക്കെ ശരി പാർട്ണർ, ഇപ്പോഴെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഈ ഫോട്ടോ കണ്ടിട്ടെങ്കിലും എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അപ്പോഴും ബ്രാവോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇല്ല പാർട്ണർ, എനിക്ക് ഒരിക്കലും അവന് ഓർമ്മ വരുന്നില്ല. നിനക്ക് തന്നെ അറിയാലോ, ഞാൻ ആ ഒരു പോലീസ് ജോലി വിട്ടതിന് ശേഷം ഒരു സെക്യൂരിറ്റി സർവീസിലേക്കാണ് പിന്നീട് പോയിരുന്നത്.
അവിടെ വെച്ചിട്ട് പാർട്ടിയിൽ വെച്ച് ചിലപ്പോൾ ഇവനെ കണ്ടു കാണും, അല്ലാതെ എനിക്ക് ഇവനെ നല്ലതുപോലെ അറിയത്തില്ല എന്ന് ബ്രാവോ ഇങ്ങനെ പറയുന്നതും അപ്പോഴാണ് നമ്മുടെ ഹീറോ ഡാൻ പെട്ടെന്നൊരു ബോക്സ് എടുത്തിട്ട് അതിങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കുന്നു. അവിടെയാണ് ഈ ഒരു മൂവിയുടെ പ്രധാന ട്വിസ്റ്റ്. ഇത്രയും നേരം നമ്മൾ കണ്ടതൊന്നും ഒന്നുമല്ല. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു പെട്ടിയിൽ നിന്നും ഒരുപാട് ആഭരണങ്ങളെല്ലാം ഇങ്ങനെ താഴേക്ക് വന്ന് വീഴുന്നു. ഈ ഒരു ആഭരണങ്ങളെല്ലാം 5 വർഷങ്ങൾക്ക് മുന്നേ ചിക്കാഗോയിൽ നടന്ന കൊലപാതകങ്ങളുണ്ടല്ലോ, അതിൽ കില്ലർ കൊന്ന 5 പേരുടെയും ശരീരത്തിൽ നിന്നും ആ ഒരു കില്ലർ എടുത്തുകൊണ്ട് പോയ ആഭരണങ്ങളാണിത്. അതിൽ ഡാനിന്റെ ഭാര്യയുടെ മാലയുണ്ട്. പക്ഷെ ഇതെല്ലാം കില്ലറിന്റെ കയ്യിലല്ലേ ഉണ്ടാവേണ്ടത്, ഇതെങ്ങനെ നമ്മുടെ ഡാനിന്റെ കയ്യിൽ വന്നു എന്ന് നമ്മുടെ ബ്രാവോ ഷോക്കായിട്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് എൻ്റെ മോനെ, യഥാർത്ഥ കില്ലറെ നമ്മുടെ മൊട്ട ഹീറോ ഡാൻ തന്നെയായിരുന്നു. ഇവനാണ് ചിക്കാഗോയിൽ വെച്ചിട്ട് ആ ഒരു 5 പേരെ കൊന്ന യഥാർത്ഥ സീരിയൽ കില്ലർ. അപ്പോൾ ഡാൻ തന്റെ സ്വന്തം ഭാര്യയെ തന്നെ കൊന്നിട്ടുണ്ട്. അതിന് കാരണം ആരാണെന്ന് വെച്ചാൽ പാർട്ണറായിട്ടുള്ള ബ്രാവോയാണ്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഡാനുമായിട്ട് നല്ലതുപോലെ ജീവിക്കുന്ന സമയത്ത് തന്നെ ഡാനിന്റെ ഭാര്യയ്ക്ക് ബ്രാവോ ആയിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അതൊരിക്കലും ഡാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അത് നമ്മുടെ ഡാന്റെ മനസ്സിലായതും അതിനെപ്പറ്റി അവന്റെ ഭാര്യയോട് ഒരുപാട് ചോദ്യം ചോദിച്ച് അവളോട് വഴക്കെല്ലാം ഇടുന്ന സമയത്ത് അവൾ പോകാനായിട്ട് വരുമ്പോഴത്തേക്കും അവളെ പിടിച്ചിങ്ങനെ തള്ളിക്കൊടുക്കും. അങ്ങനെ ആ ഒരു തള്ളല്ലേ അവൾ നേരെ താഴേക്ക് വീണ് തലയിടിച്ച് രക്തം ഒരുപാട് പോയിട്ട് അവൾ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തന്റെ ഭാര്യയെ തന്നെ അവൻ കൊന്നു. അതുമല്ല, തന്റെ കൂടെയുള്ള ആ ഒരു പാർട്ണറുമായിട്ട് അഭീതം ഉണ്ടായത് അറിഞ്ഞിട്ടാണ് ഈ ഒരു ഭാര്യയെ കൊന്നതെന്ന് വെളിയിലുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ നാണക്കേട് തന്നെയാണ്. അതുകൊണ്ട് നടന്ന ഈ ഒരു ആക്സിഡന്റ് ഏതോ ഒരു കൊലയാളി കൊടൂരമായിട്ട് അവന്റെ ഭാര്യയെ കൊന്നെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഡാനിന്റെ ഭാര്യയുടെ ശരീരം തുണ്ട് തുണ്ടായിട്ട് കട്ട് ചെയ്ത് ആ ഒരു കുരിശ് രൂപത്തിലാക്കി വെച്ച് അതൊരു സീരിയൽ കില്ലറാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കാണ് ചെയ്തത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും, ഡാനിന്റെ ഭാര്യ ബ്രാവോ ആയിട്ട് ഒരു അഭിഹിത ബന്ധം ഉള്ളത് കൊണ്ട് അതറിഞ്ഞിട്ടാണ് അവളെ കൊന്നിട്ടുള്ളത്. പക്ഷേ സംബന്ധമില്ലാതെ ബാക്കി 4 പേരെ എന്തിനാണ് കൊന്നതെന്നല്ലേ? അതിനും ഡാനിനൊരു കാരണമുണ്ട്. അവൻ കൊന്ന ബാക്കി 4 പേരും ഡാനിന്റെ ഭാര്യനെയും അതേപോലെ തന്നെ ബ്രാവോയിനെ സഹായിച്ചിട്ടുണ്ട്. അതിലൊരു പെണ്ണാണെങ്കിൽ ഇവർക്ക് റൂം ബുക്ക് ചെയ്ത് കൊടുക്കുന്നു, മറ്റൊരുത്തനാണെങ്കിൽ വേറെ വിധത്തിൽ ഇവരെ സഹായിക്കുന്നു. ഇങ്ങനെ ബാക്കി 4 പേരും ബ്രാവോനെയും ഡാനിന്റെ ഭാര്യനെയും പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു പ്രേമത്തിന് വേണ്ടിയിട്ട്. അത് മനസ്സിലാക്കിയാണ് ഡാൻ അതേ പാറ്റേണിൽ തന്നെ ഈ 4 പേരെ കൊന്ന് അതൊരു സീരിയൽ കില്ലർ കൊന്നതായിട്ട് വരുത്തി തീർത്തിട്ടുള്ളതും. അതിനിടയിൽ ബ്രാവോ ആണെങ്കിൽ ആ ഒരു പാർട്ടിയിൽ പോയിട്ട് നല്ലതുപോലെ കുടിച്ച് കോളിനുണ്ടല്ലോ അവനോട് ഈ ഒരു കേസിനെ പറ്റിയെല്ലാം പറയുന്നതും അവൻ ആ ഒരു കാര്യം കേട്ട് അതേപോലെ കോപ്പി ചെയ്ത് ഇവിടെ 2 സ്ത്രീകളെ കൊല്ലുകയും ചെയ്യുന്നു. അതുമല്ലാതെ മൂന്നാമതായിട്ട് നമ്മുടെ ഹീറോയുടെ ഭാര്യയെ കൊന്നത് ഒരിക്കലും അവനല്ല, അത് നമ്മുടെ വില്ലനായിട്ടുള്ള ഡാനായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാലേ, ഇവരെല്ലാവരും ഒരു ദിവസം നമ്മുടെ ഹീറോയുടെ വീട്ടിലേക്ക് പോയിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ബ്രാവോ ഹീറോയുടെ ഭാര്യയോട് നല്ലതുപോലെ സംസാരിക്കുന്നു. അതുമല്ല, ഹീറോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അവന്റെ ഭാര്യയ്ക്ക് വേറൊരാളായിട്ട് റിലേഷൻ ഉണ്ട്, അതെനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. അതുകൊണ്ട് തന്നെ ബ്രാവോനെയും ഹീറോയുടെ ഭാര്യയെയും നമ്മുടെ ഡാൻ കാണുമ്പോഴത്തേക്കും ഡാനിന് അവന്റെ ഭാര്യയുടെ ഓർമ്മയാണ് വരുന്നത്. അതുകൊണ്ടാണ് തന്റെ ഭാര്യ തന്നെ ചതിക്കുമായിരുന്നല്ലോ, ആ ഒരു കാരണം വെച്ചുകൊണ്ട് ഹീറോയുടെ ഭാര്യനെ കൊന്നത്. അപ്പൊ കോളിന് ആ ഒരു 2 പെൺകുട്ടികളെയും കൊന്നിട്ടുള്ളത് അവന് ദൈവത്തിൽ വിശ്വാസമില്ല, അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആ 2 സ്ത്രീകളെയും അവൻ അല്ലാതെ കൊല്ലുമായിരുന്നു. അതിനെന്തായാലും ക്ലാരിറ്റി കിട്ടി. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നടന്നതെന്ന് ഡാൻ അങ്ങനെ ബ്രാവോയോട് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ ബ്രാവോയെ ഷൂട്ടും ചെയ്യുന്നു. എന്നിട്ട് ഡാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നതും നമ്മുടെ ഹീറോ അവിടേക്ക് വരുമ്പോഴത്തേക്കും ഡാനിനെ കാണില്ല, പകരം വെടികൊണ്ടിരിക്കുന്ന ബ്രാവോനെയാണ് കാണുന്നത്. അങ്ങനെ ബ്രാവോയെ കാണുന്നതും അവിടെ ടേബിളിൽ ആ 5 പേരുടെ ആഭരണങ്ങൾ ഇരിക്കുന്ന കാണുന്നതും ഹീറോ അങ്ങനെ ചിന്തിക്കുകയാണ്, ബ്രാവോയാണ് കൊലയാളിയെങ്കിൽ ഈ ഒരു തെളിവ് ഇവിടേക്ക് എടുത്തുകൊണ്ട് വരേണ്ട ഒരു ആവശ്യവുമില്ല. അതുമല്ലാതെ ബ്രാവോയ്ക്ക് ബുള്ളറ്റും കൊടുത്തിട്ടുണ്ട്, ഡാനിനാണെങ്കിൽ ഇവിടെ കാണാനുമില്ല. അങ്ങനെയാണെങ്കിൽ ഡാൻ തന്നെയാണ് ഇതിന് കൊലയാളി എന്നുള്ള രീതിയിൽ ഹീറോ അവിടെ നിന്ന് ഒരുപാട് ആലോചിച്ച് ഡാനാണ് കൊലയാളി എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ഡാനിനെ വിളിച്ചിട്ട്, ഹേയ് ഡാൻ, നിങ്ങളിപ്പോൾ എവിടെയുള്ളത്? ഞാൻ റൂമിൽ തന്നെയുണ്ട്, മുകളിലേക്ക് വരാനായിട്ട് പറയുന്നതും ഡാൻ പറയും, എനിക്ക് സമയമില്ല, ഞാൻ പോവാണെന്നും പറഞ്ഞ് അവൻ കാർ കൊടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയും ചെയ്യുന്നു. ഇത് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ ഡാനിന്റെ പുറകെ തന്നെ പോവാണ്. അങ്ങനെ ഒരുപാട് നേരം ചേസ് ചെയ്ത് അവസാനം ഒരു കാടിനകത്ത് വെച്ചിട്ട് ഡാൻ ഇങ്ങനെ പിടിക്കുന്നതും ഡാനോടി ഈ മരങ്ങൾക്കിടയിലായിട്ട് ഇങ്ങനെ പോയി വിളിച്ചു നിന്നിട്ട് ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ട് ഷൂട്ട് ചെയ്ത് നമ്മുടെ ഡാൻ വില്ലൻ അവൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ സംസാരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുക എന്തായാലും വില്ലനായിട്ടുള്ള ഡാനിനെ പിടിക്കുമെന്ന്, പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഡാനാണ് ഹീറോയെ പിടിക്കുന്നത്. എന്നിട്ട് അവന്റെ നേരെ തോക്കും ചൂണ്ടിയിട്ട്, ഹീറോയെ ഒരിക്കലും കൊല്ലില്ല, എനിക്ക് ഇനിയും പ്രധാനപ്പെട്ട കുറച്ച് ജോലികളുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തായാലും പോവാണെന്ന് പറഞ്ഞ് ഹീറോയെ അവിടെ വിട്ടിട്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത നാൾ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ സ്റ്റേഷനിൽ ഇരുന്നിട്ട് നമ്മുടെ വില്ലൻ ഡാൻ ഇപ്പോൾ ഏതോ ഒരു കപ്പൽ ഇറങ്ങി വരുന്നുണ്ടെന്നും പറഞ്ഞ് ആ ഒരു തുറമുഖത്ത് ഒരുപാട് പോലീസുകാരെ ഇങ്ങനെ പറഞ്ഞു വിട്ട് അവിടെ എല്ലാം ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഇറങ്ങി വരുന്നത് ഒരിക്കലും ഡാനല്ല, ഡാനിനെ പോലെയുള്ള മറ്റൊരുത്തനായിരുന്നു. അതേസമയം സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മുടെ ഹീറോയോട് ആ ഒരു ചീഫ് പറയും, ഇനി നീ ഒരു കേസിനെ പറ്റി അന്വേഷിക്കാൻ പോകണ്ട, ഈ കേസിന്റെ പുറകെ പോകണ്ട, കാരണം
ഇന്റർപോൾ ഈ ഒരു കേസ് ഏറ്റെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവനെ പിടിക്കാനുള്ളത് അവർ ചെയ്തോളും എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ഹീറോ ഒരിക്കലും ഇതെന്തായാലും വീഴാൻ തയ്യാറല്ല. അതേസമയം നമ്മുടെ വില്ലൻ ഡാനിനെ കാണിക്കുമ്പോഴത്തേക്കും അവനിപ്പോൾ ഏതോ ഒരു മലയുടെ മുകളിൽ നിന്നിട്ട് ബിയറെല്ലാം കുടിച്ച് ആ ഒരു സ്ഥലമെല്ലാം ആസ്വദിച്ച് അങ്ങനെ ആ ഒരു കാർ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അവസാനം വരെയും നമ്മുടെ വില്ലനെ പിടിക്കാനായിട്ട് കഴിയത്തില്ല എന്നും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൂവി എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരെയും ബൈ.